സാധാ ജ്യൂസ് കുടിക്കാൻ പോയ ഞങ്ങള് ബ്രോസ്റ്റ് കടയിലെത്തിയ കഥ കേട്ടാലോ. ഇതാണ് ബാദി, മൈ മാമൻസ് കുട്ടി. മൂപ്പര് ഞങ്ങളെ വീട്ടില് വിരുന്നിന് വന്നതാണ്. 2 ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിക്കാൻ വേണ്ടി കണക്കാക്കി വന്നതാണ് ബാദി അൽസം. ബട്ട് രാത്രി കരിയൊന്നും ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ ഓന്റെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. ഞങ്ങൾ പോവാണ് കേട്ടോ. നമ്മൾ പോവല്ലേ? അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയി. ടൗണ് കണ്ടപ്പോൾ പെട്ടെന്നൊരു പൂതി, ജ്യൂസ് കുടിച്ചാലോന്ന്. എൻ്റെ ലൈഫിൽ ഇതൊക്കെ സ്വാഭാവികം തന്നെ. ജ്യൂസ് കുടിക്കാൻ പോണതേ കണ്ടകശേനയാണ്. ഫുള്ള് ബ്ലോക്ക്. ഡിസ്പ്ലേ വെച്ച ഡ്രസ്സ് വരെ മാടി വിളിക്കാം, ഇങ്ങോട്ട് വരൂന്ന്. ജ്യൂസ് കടന്റെ മുമ്പിൽ എത്തിയപ്പോൾ അൽ ബാബു പറയാണ്, എന്തായാലും ജ്യൂസും കടിയും കുടിക്കുമ്പോഴത്തേനും നല്ലൊരു എമൗണ്ട് ആവും, അതിന് നമുക്ക് ബ്രോസ്റ്റ് വാങ്ങിയാലോ. അവിടെ അങ്ങനെ നിന്നപ്പോൾ നല്ല പൊരിച്ച കോയീന്റെ മണം. പണ്ടേ ഞാൻ പ്രലോഭനങ്ങളിൽ വീയാറില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല പറഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ അടിച്ചു. ഞങ്ങൾ പരപ്പനങ്ങാടിയിൽ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ചമ്മിച്ച ഷോപ്പ് ഇത് പുതുതായിട്ട് വന്നതാണ്. എന്ത് ശാന്തമായ അന്തരീക്ഷം, ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരിപ്രാവുകൾ നീ കണ്ടോ? ചിക്ബക്ക് കണ്ടപ്പോഴേ മനസ്സിനൊരു കുളിർമ. അങ്ങനെ ഒരറ്റത്തേക്ക് പോയ ഞങ്ങൾ മറ്റൊരറ്റത്തേക്ക് എത്തിയിരിക്കുന്നു. ചിക്ബക്ക് കണ്ട സന്തോഷത്തിലാണ് ബാദി. തൽപര കക്ഷിയല്ല. വീഡിയോ എടുത്തതിന് ഓന് പേടിപ്പിക്കുക. അതെന്റെ ഉമ്മ. പിന്നെ കുട്ടിക്ക് ചിക്ബക്കിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് സമാധാനമായത്. എനിക്ക് പനിയാണെന്ന് കണ്ടാ പറയോ. തിന്നാൻ പോണതാണെങ്കിൽ എന്ത് പനി, ഇന്നലൊരു പനിയല്ലേ. ഞാനും ബാദ്യയും എൻ്റെ ബ്രദറും കൂടിയാണ് വന്നത്. അൽ ബാബുവിൻ്റെ എൻ്റെയും കയ്യിൽ എന്തെങ്കിലും അല്ലറ ചില്ലറ ക്യാഷ് വന്ന അപ്പം ഞങ്ങൾ പ്ലാൻ ഇടും, നമുക്ക് എന്തെങ്കിലും തിന്നാൻ പോയാലോന്ന്. ബിക്കോസ് ഞങ്ങൾ തീറ്റപ്പണ്ടാരങ്ങളാണ്. നോൺ വെജും ടേസ്റ്റുള്ള ഐറ്റംസ് മാത്രം ഇറങ്ങണ ഒരു പ്രത്യേക ജനവിഭാഗം. ബാദി വാസ് സോ എക്സൈറ്റഡ്. എൻ്റെ കാര്യം പിന്നെ എസ്പെഷ്യലി പറയണ്ടല്ലോ, എക്സൈറ്റഡും പിന്നെ ആക്ര. ഫുഡ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസ് എടുത്ത് കളിച്ചു. ബട്ട് മറ്റാള് സീരിയസ് ആയി. അങ്ങനെ ആ പാട്ടത്തെ ചീരൻ്റെ അവസ്ഥ ആയി എൻ്റെത്. ഗായ്സ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐഡിയ ആയതിനെ കൊണ്ട് ടീംസിനെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല. ഫാമിലി ഗ്രൂപ്പിൽ ചൂട് പാറുന്ന ബ്രോസ്റ്റിന്റെ ഫോട്ടോ ഇട്ട് കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു ഞാൻ. എൻ്റെ ഒരു കൂസലും ഇല്ലാത്ത തീറ്റ കണ്ട് അതേപോലെ ചെയ്തതാണ് ബാദി. ബട്ട് ചൂട് കാരണം മൂപ്പർക്ക് തിന്നാനേ പറ്റിയില്ല. എനിക്ക് വിശപ്പിന്റെ അസുഖമാണ്. അങ്ങനെ തിന്നിരിക്കുമ്പോഴാണ് അപ്പുറത്തെ സീറ്റിൽ എൻ്റെ ഫ്രണ്ടിനെ കണ്ടത്. ഞാൻ ഓവർ മൈൻഡാക്കാൻ പോയില്ല, മൈൻഡ് ചെയ്താൽ എൻ്റെ നിന്ന് കൊടുക്കേണ്ടി വരും. അൽഹംദുലില്ലാ, അങ്ങനെ തീറ്റയും കൂടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർസലും വാങ്ങി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഗൈസ്, പറഞ്ഞത് മറക്കണ്ട, പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.